പെരുന്നാളിന് ശേഷം ഈ മാസം 9-ന് ശേഷമൊക്കെയാണ് വീണ്ടും കേരളത്തിലെ മദ്രസകൾ തുറക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ്റെ ഒരു കാലമാണ്. കുട്ടികൾ വിരുന്ന് പോകേണ്ട ഒരു കാലം. ആ കാലത്ത് മദ്രസ തുറക്കുന്ന ഒരല്പം നീട്ടി വെച്ചുകൂടെ? നമ്മുടെ പാഠ്യപദ്ധതിയിൽ അങ്ങനെ ഒരു പരിഷ്കാരം വരുമ്പോൾ കുട്ടികൾക്ക് അതൊരു സന്തോഷമായിരിക്കും. ഇപ്പോൾ മിക്ക കുട്ടികളും സ്കൂൾ പൂട്ടി പെരുന്നാൾ കഴിഞ്ഞ് അവരെപ്പോൾ കുടുംബത്തോടൊപ്പം സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. ഒരു പക്ഷേ നമ്മുടെ ഒരു റീഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ മദ്രസ തുറക്കുന്നത് ഒരു പക്ഷേ ഏപ്രിൽ അവസാനത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് ഷെഡ്യൂൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് മദ്രസയോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഇപ്പോൾ പല കുട്ടികളും പറയണത് എത്ര പെട്ടെന്ന് അറുപും കഴിഞ്ഞ് മദ്രസ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നല്ലൊരു സമയങ്ങൾ പോകും. കാരണം കുട്ടികൾ രാവിലെ ഒന്ന് കിടന്നുറങ്ങാനും മറ്റ് കളിക്കാനും ഒക്കെ സമയം ചിലവഴിക്കേണ്ട ഒന്നാണ്. ഒരു നമ്മുടെ മദ്രസയിൽ തന്നെ അങ്ങനത്തെ ഒരു ചില മാറ്റങ്ങൾക്ക് പരിഷ്കാരങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതാണെന്നാണ് രക്ഷിതാവ് നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മക്കൾക്ക് അഭിപ്രായങ്ങൾ പറയട്ടോ. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഏപ്രിൽ അവസാനത്തേക്ക് മദ്രസ തുറക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്നിട്ട് ഈ ഒരു ഭാഗം ഷെഡ്യൂളിൻ്റെ അക്കാദമിക്കലായിട്ടുള്ള മാറ്റങ്ങൾ മറ്റു സമയങ്ങളിൽ നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് പാഠ്യപദ്ധതികൾ ആ രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അക്കാദമിക്കലായിട്ടുള്ള കലണ്ടറിൽ മാറ്റം വരുത്തുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾക്ക് അതിന് പെർമിഷനും കൂടി വേണ്ടതാണ്. ഒരു മദ്രസയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പലരും പറയും ഇങ്ങനെ വേനൽ അവധിക്ക് ചില നിശ്ചിത ദിവസങ്ങൾ അവധി കൊടുക്കൽ, നിശ്ചിത ദിവസങ്ങൾ അവധി കൊടുക്കാതെ ഈ ഒരു സമയം കുറച്ചും കൂടി അവധി നീട്ടിക്കൊടുക്കുക. അത് ഈ ഒരു കനത്ത ചൂടിൽ കുട്ടികൾക്കും ആശ്വാസമാണ്. കുട്ടികൾ എപ്പോഴും കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ട കുറേ പാഠങ്ങളുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അങ്ങനെ മദ്രസയുടെ അവധി നീട്ടിവെക്കുന്നത്, മദ്രസ തുറക്കുന്ന കുറച്ച് വൈകിക്കുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യുന്നത്. അഞ്ചും അറിയൽ ഫർളല്ലേ, കലിമ ഷഹാദത്തൊന്നല്ലേ, രണ്ടോ അഞ്ച് സ്വലാത്തല്ലേ, മൂന്നോ പുണ്യ സകാത്തല്ലേ, നാലോ റമളാൻ നോമ്പല്ലേ, അഞ്ചാമത്തത് ഹജ്ജല്ലേ, അഞ്ചും തീരെ മറക്കല്ലേ.